ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ത്രെട്ടണോ അൺസേഫ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് മറ്റെവിടെയെങ്കിലും ഫാമിലി ആയിട്ട് അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് മാറി നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെക്കാട്ടും വലുത് നമുക്ക് ജീവൻ തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നാൾ ജോലി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൺമുന്നിൽ തവിട് പൊടിയാവുന്ന കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ന്യൂസിലൊക്കെ. ഫാമിലി മെമ്പേഴ്സ് എല്ലാം പോയി, ഞാൻ മാത്രം ഒറ്റയ്ക്കായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് അങ്ങനെ സലിഗോസ് എന്ന പടം കണ്ടു, നല്ല പടമാണ്, ഫീൽ ഗുഡ്. തിയേറ്ററിലെ നല്ല പടമാണ്, നൈസാണ്, ഫീൽ ഗുഡ് പടമാണ്. ബ്രോമാൻസിന്റെ പരിപാടി കൊണ്ടുപോകുന്ന ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. അത് അത്യാവശ്യം കൊള്ളാം. സുരാജും ആസിഫ് അലിയും തമ്മിലുള്ള കോംബോ, ശരിക്കും പറഞ്ഞാൽ സുരാജ് ഇപ്പോൾ ഒരു കോംബോ സ്റ്റാർ ആയിട്ട് വരികയാണ്. സുരാജ് ആരുടെ കോംബോ ചെയ്താലും അതൊക്കെ നന്നാവും. ഇപ്പോൾ ആസിഫ് അലിയുടെ കോംബോ അതും നല്ല വർക്കായിട്ടുണ്ട്. ഞാനൊരു നോട്ടീസ് ചെയ്തൊരു സാധനമാണ് ഈ കൂട്ടുകാരാ, ഓ ശരി കൂട്ടുകാരാ, അങ്ങനത്തെ ഒരു സാധനമുണ്ട് ഈ വെഞ്ഞാറമൂട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയാം, അതൊരു സ്ലാങ് ആയിട്ട് പറയണത്. അപ്പോൾ ആ സാധനം ഈ സിനിമയിൽ വന്നപ്പം എനിക്ക് സ്ട്രൈക്കായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അത് പെട്ടെന്ന് ഞാൻ നോക്കി. പിന്നെ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഉള്ള പടങ്ങളൊക്കെ വരുമ്പോൾ ചിലർ പറയും ഇമോഷൻസ് കണക്ട് ആയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം എന്തിനു കൊള്ളാം. അപ്പം ഇമോഷൻസ് കണക്ട് ആവുന്നുണ്ടെങ്കിൽ അത് പടത്തിന്റെ വലിയ പോസിറ്റീവാണ്. പൈസയ്ക്ക് അപ്പുറമുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ബ്രാൻഡ് വാല്യൂ. പിന്നെ ഈ രണ്ട് പുരുഷന്മാര്, ഈ സ്ട്രേഞ്ചേഴ്സ് ആയ രണ്ടാൾക്കാർ പരസ്പരം കണ്ട് അവർ കൂട്ടായി ഉള്ള ആ സംഭവമാണ് കോർ പ്ലോട്ട് പടത്തിന്റെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2.25 മണിക്കൂറുണ്ട് പടം. അപ്പോഴത്തേക്ക് നമുക്കത് ചിലപ്പം ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ലാഗ് അടിച്ചു. സെക്കൻഡ് ഹാഫൊക്കെ കുറച്ചായപ്പോൾ നല്ല ലാഗ് അടിച്ച് ഇങ്ങനെ പെട്ടെന്ന് തീരിട്ടൊന്ന് ക്ലൈമാക്സ് അടുത്ത് എന്താവും എന്നുള്ള ആ ഒരു പരിപാടിയില്ല. പെട്ടെന്ന് ക്ലൈമാക്സ് ആയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോഴത്തേക്കും അല്ല, പ്രമുഖ റിവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും വർക്കായതുപോലെയാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് സിനിമയിൽ, എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം ആസിഫിന്റെ ആ ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ആസിഫാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് സുരാജിന്റെ ആ ഒരു റോൾ അങ്ങോട്ട് കൺവേ ചെയ്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ വോയിസിന്റെ പരിപാടിയാണ്. ഈ മറ്റേ പെങ്കൊച്ചിന്റെയൊക്കെ അവരുടെയൊക്കെ ഈ വോയിസ് എന്ന് വെച്ചാൽ പേടിക്കണ്ട. ഈ അലോൺ സിനിമയിൽ മഞ്ജു വാര്യർ വന്നിട്ട് അങ്ങനത്തെ പരിപാടി അത്ര ഒന്നും ബോറല്ല, പേടിക്കേണ്ടത്, കണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ കോമഡിയുടെ പടത്തില് കോമഡി ഉണ്ട്. പടത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന എന്ന് വെച്ചാൽ റിപ്പീറ്റ് വാല്യൂ കോമഡി അല്ല, ഒരു അങ്ങനത്തെ ഒരു ജസ്റ്റ് ആ ഒരു കോമഡി അല്ല എന്ന് പറഞ്ഞ് ചിരിക്കാനുള്ള അത്ര വലിയ കോമഡിയൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കൂളിങ് തരാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. റിപ്പീറ്റ് വാല്യൂ ഒന്നും അധികം ഇല്ലാത്ത കോമഡിയാണ്, സിറ്റുവേഷണൽ കോമഡിയാണ് മൊത്തം, അത്രേ ഉള്ളൂ. ദെൻ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത്രയ്ക്ക് വലിയ സംഭവം തിയേറ്ററിൽ തന്നെ ഞാൻ പേഴ്സണലി പറയത്തില്ല. നിങ്ങൾക്ക് ഇപ്പം ഇന്നൊരു സിനിമ കാണാൻ, ഇന്ന് തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോവാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ നല്ലൊരു സിനിമ ഇതാണ്, ഇത് കാണാൻ പൊക്കോളൂ, അത്രേ ഞാൻ പറയുള്ളൂ. ഇത് അത്ര വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ നല്ലൊരു പടമാണ്, ഫീൽ ഗുഡ് പടമാണ്. പക്ഷെ OTTയിൽ വന്നാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് പടത്തിന്. അതൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ അങ്ങനെയായിരുന്നു. തിയേറ്ററിലൊക്കെ ഭയങ്കര സൂപ്പർ പോസിറ്റീവ് ആയിരുന്നു. അപ്പോഴത്തേക്കും OTTയിൽ വന്നപ്പം ജസ്റ്റ് ഭയങ്കര നെഗറ്റീവ് വന്ന പടമാണ്. അപ്പം ഇത് ഗുരുവായൂർ അമ്പലം നടയുടെ വൈബേ അല്ല, വേറെ വൈബാണ് പടം എന്ന് വെച്ചാൽ അത് തന്നെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. തിയേറ്ററിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. കണ്ടിട്ട് ഇറങ്ങാം, കണ്ടിട്ട് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലാഗ് അടിക്കണവർക്ക് ചിലപ്പോൾ ലാഗ് അടിക്കുക അതിനകത്തിരുന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പ്ലീസ്.